ഒരു എഴുത്തുകാരിയാവും എന്ന് പോലും ഞാൻ ഒരിക്കലും ജീവിതത്തിൽ വിചാരിച്ചിട്ടുണ്ടായില്ല. ഞാൻ ലോക്ക്ഡൗണിൽ 2020 ലോക്ക്ഡൗണിലേക്ക് കടക്കുന്ന സമയം വരെ ഞാൻ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഫിലിം ആക്ട്രസ് തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ 2020 ജാൻ ഫെബിലൊക്കെ ഞങ്ങൾ ആർട്ടിക്കിൾ 21 എന്ന് പറയുന്ന ഭയങ്കര ബുദ്ധിമുട്ടി ഒരു ചവറുവർക്കിയുടെ വേഷത്തിലേക്ക് കയറി ആ റോള് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ട്രസ് ആയിരുന്നു. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണ് ഒരു ആക്ട്രസ് എന്ന നിലയ്ക്ക്. ബിക്കോസ് അതിന് ഉപരി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിവാഹം കഴിക്കുമെന്നോ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എന്നെ ആകെ കണ്ടുകൊണ്ടിരുന്നത് ഒരു വർക്കഹോളിക് ആക്ട്രസ് ആയിട്ടാണ്. അവിടുന്ന് ഈ കോവിഡ് ലോക്ക്ഡൗണിന്റെ സമയത്ത് എന്നെ 3 മാസത്തെ പഞ്ചകർമ്മ ട്രീറ്റ്മെന്റിന് ശേഷം 21 ദിവസം ഒരു മുറിയിൽ ഫോണോ ബുക്സോ വ്യക്തികളോ ഒന്നുമായിട്ട് ഒരു ബന്ധമില്ലാതെ ഒരു റൂമിൽ ഒറ്റയ്ക്ക് 21 ദിവസം ഇരിക്കുന്ന ഒരു റെജുവിനേഷൻ ഫേസ് ഉണ്ടായിരുന്നു ആയുർവേദത്തിൽ. ആ 21 ദിവസത്തെ ആ ഇരിപ്പിലാണ് എൻ്റെ ആദ്യത്തെ ബുക്ക് ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡിന്റെ എൻറ്റയർ ഡൗൺലോഡ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അത് എഴുതിയിടാൻ പുസ്തകവും പേന പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇത് മനസ്സിൽ ഇങ്ങനെ കുറിച്ചിട്ട് അങ്ങനെ ആ 21 ഡേയ്സ് കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോൾ 2020 എൻ്റെ ആദ്യത്തെ ബുക്ക് എഴുതുന്നത്. അതുപോലെ ആ ബുക്ക് എഴുതി ഞാൻ വിചാരിച്ചു ഓക്കെ എൻ്റെ സ്പിരിച്വൽ ജേർണിയുടെ ഒരു കൾമിനേഷൻ ആണ്. അതിനൊരു ഓക്കെ ഒരു സ്ഥലം വരെ നമ്മൾ സ്പിരിച്വാലിറ്റി തിരിച്ചു കൊടുക്കണം എപ്പോഴും സ്പിരിച്വാലിറ്റിയിൽ നിന്ന് എനിക്കറിയാം. ബിക്കോസ് അത് നമ്മൾ സ്പിരിച്വലി ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ, സ്പിരിച്വലി മാത്രമല്ല ഏതൊരു കാര്യം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ഷെയർ ചെയ്യാൻ തോന്നും. അപ്പൊ എനിക്ക് തോന്നി ഇത്രയേ ഉള്ളൂ എൻ്റെ സ്പിരിച്വാലിറ്റിയുടെ ഒരു ഷെയറിങ് ഈ ബുക്കിലൂടെ കഴിയും. അത് എത്ര ആൾക്കാർ വായിക്കുന്നു ഒന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ഞാനൊരു ഓത്തർ ആവാൻ വേണ്ടി എഴുതിയ ബുക്കല്ല. പക്ഷെ ആ ബുക്കിന്റെ ആദ്യത്തെ ഒരു ഇന്റർവ്യൂ കൊടുത്തതോടുകൂടെ ആ വൈറാലിറ്റിയും ആ ചർച്ചകളും കണ്ടതോടുകൂടെ എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ കയ്യിൽ നിന്ന് ഓൾറെഡി പോയി. ഇത് നമ്മൾ ഷൂട്ട് ചെയ്ത ആരോ ആണ്. ഈ ആരോ ഇനി എവിടെയൊക്കെ പോയി തട്ടും, എന്തിലൊക്കെ പോയി തട്ടുന്ന അറിയില്ല. ആ ആരോ പോയത് അന്ന് ആ ഇന്റർവ്യൂ മുതൽ ആ ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡിന്റെ ലോഞ്ച് മുതൽ എൻ്റെ ലൈഫ് കംപ്ലീറ്റ്ലി ട്രജക്ടറി മാറി. ആ ബുക്കിന്റെ റിലീസും ആ ഇന്റർവ്യൂ കാരണം ഉണ്ടായ വൈറാലിറ്റിയും എല്ലാം കൊണ്ടാണ് പ്രശാന്ത് ഏട്ടൻ എന്നെ കുറിച്ച് അറിയുന്നത് പോലും. അല്ലെങ്കിൽ ആക്ട്രസ് എന്ന നിലയ്ക്ക് അറിയാം, സ്പിരിറ്റിലൊക്കെ അഭിനയിച്ച ആക്ട്രസ് എന്നറിയാം. പക്ഷെ ആ ഇന്റർവ്യൂവിലെ വൈറാലിറ്റി കാരണമാണ് ശ്രദ്ധിച്ചത്. അപ്പൊ സ്പിരിച്വാലിറ്റിയിൽ ഞങ്ങൾ രണ്ടുപേരുടെ കാഴ്ചപ്പാട് സിമിലർ ആണല്ലോ എന്നൊക്കെ കണ്ടിട്ടാണ് പിന്നെ ഇങ്ങനെ ഒരു വഴിത്തിരിവിലേക്ക് എത്തിയത്. ഈ ബുക്ക് ഇപ്പോൾ എഴുതാൻ കാരണം ഞാൻ 43-ാമത്തെ വയസ്സിൽ എനിക്ക് മനസ്സിലായി, ഓ ഇതാണ് ഈ പെരിമെനോപോസ് എന്ന് പറയുന്ന സംഭവം. എളുപ്പമല്ല, ഒട്ടും എളുപ്പമല്ല. അപ്പൊ ഞാനിത് എങ്ങനെ നേരിടും എന്ന് പേഴ്സണലി നോക്കി. ഞാനൊരു പഠിപ്പിസ്റ്റാണ്. അപ്പൊ ഏതൊരു സിറ്റുവേഷൻ നേരിട്ടാലും ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു തുടങ്ങി. അപ്പൊ ഓൾറെഡി ഞാൻ കുറേ നാളായിട്ട് ഇതിൽ റിസർച്ച് ചെയ്യുന്നുണ്ട്. ബിക്കോസ് എനിക്കറിയാം ഇങ്ങനൊരു സംഭവം വരും ലൈഫിൽ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഞാൻ ഇങ്ങനത്തെ ബുക്സും ഒക്കെ വായിക്കുന്നുണ്ട്. ബിക്കോസ് എൻ്റെ അമ്മ കടന്നുപോയ ആ കാലഘട്ടം എൻ്റെ മനസ്സിൽ വളരെ ക്ലിയർ ആണ്. വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. അപ്പൊ എനിക്ക് ആ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകണ്ട ഒരിക്കലും എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരുപാട് ബുക്സ് വായിക്കുകയും പോഡ്കാസ്റ്റ് കാണുകയും മെഡിക്കൽ ടെക്സ്റ്റ് ബുക്സ് റെഫർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ 43 വയസ്സായപ്പോഴാണ് ഓ ഇതാണ് അവർ പറയുന്ന അത് ഒട്ടും സുഖമില്ല, എല്ലാം തകിടം മറിയുന്നു. ആദ്യം ഉറക്കം പോകുന്നു, വണ്ണം കൂടുന്നു, ഭയങ്കരമായിട്ട് ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഭാഗ്യത്തിന് ആ സമയത്ത് നിങ്ങൾക്കൊന്നും എന്നെ കാണേണ്ടി വന്നിട്ടില്ല. ഞാൻ US-ലായിരുന്നു. ഒരു വർഷം പ്രശാന്ത് ഏട്ടൻ്റെ നാസ ട്രെയിനിങ്ങിന് വേണ്ടി ഞങ്ങൾ US പോയി. അവിടെ ആയിരുന്നു ആ സമയത്ത് എൻ്റെ ഫോട്ടോ കണ്ടാൽ ഞാൻ ഇതിനേക്കാളും 10 kgs ഹെവിയർ ആണ്. അപ്പൊ ആ 10 kgs കുറഞ്ഞതിൻ്റെ ഒക്കെ പേരിൽ എന്നെ ഹെൽപ്പ് ചെയ്ത 2 ഡോക്ടേഴ്സ് ഉണ്ട്. ഡോക്ടർ ഗ്രിഗർ ആൻഡ് ഡോക്ടർ പ്രിയ. അവരിവിടെ കൊച്ചിയിൽ ഫങ്ഷണൽ മെഡിസിൻ ഡോക്ടേഴ്സാണ്. അപ്പോൾ ഈ ബുക്കിൽ ഞാൻ റെഫർ ചെയ്യുന്നുണ്ട്. നമ്മുടെ പെരിമെനോപോസൽ ഇഷ്യൂസിന് നമ്മൾ ട്രഡീഷണൽ മെഡിസിനിൽ ഇതിന് ശരിക്കും പറഞ്ഞ ട്രീറ്റ്മെന്റ്സ് ഇല്ല. ബിക്കോസ് ഇതൊരു അസുഖമല്ല, അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെന്റ്സ് ഇല്ല. ഇത് വ്യക്തിപരമായിട്ട് ഓരോ സ്ത്രീയുടെ ബോഡിയിൽ നടക്കുന്ന ചേഞ്ചസിനനുസരിച്ച് അവരൊരു ഫങ്ഷണൽ മെഡിസിൻ ഡോക്ടറിനെ കണ്ടാൽ അവർക്ക് ആ സ്ത്രീക്കുള്ള സപ്ലിമെന്റേഷനോ എന്താ വേണ്ടത്, സപ്പോർട്ട് എന്താ വേണ്ടത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. സോ അങ്ങനെ ആ എൻ്റെ 2 ഡോക്ടേഴ്സും ഈ ബുക്കിൽ ചാപ്റ്റേഴ്സ് എഴുതിയിട്ടുണ്ട്. അപ്പൊ അവരാണ് എന്നെ ആ വെയിറ്റ് കുറയാൻ എനിക്ക് സാധിച്ചത്. അത് ഫാറ്റ് അല്ല, അത് ഇൻഫ്ലമേഷൻ വെയിറ്റ് ആയിരുന്നു. 10 kgs ഓഫ് ഇൻഫ്ലമേഷൻ ബിക്കോസ് ഓഫ് എ ഫെറിറ്റിൻ ഡെഫിഷ്യൻസി. ഈ ഫെറിറ്റിൻ എന്ന് പറഞ്ഞ ടെസ്റ്റേ ആരും കേട്ടിട്ടില്ലല്ലോ അധികം. അതൊക്കെയാണ് ഞാൻ പറയുന്നത്. ഫങ്ഷണൽ മെഡിസിൻ വിൽ ടേക്ക് യു ത്രൂ എ ഡിഫറെന്റ് റൂട്ട് ഓഫ് ഹെൽത്ത്.
ബിക്കോസ് അത് സിംറ്റം റിലീഫിനുള്ള മെഡിസിൻ അല്ല. ഫങ്ഷണൽ മെഡിസിൻ ഈ പറയുന്ന നമ്മുടെ സെല്ലുലാർ ലെവലിൽ, ഇൻഡിവിജ്വൽ ലെവലിൽ വെൽനെസ്സിന്റെ പോരായ്മ, എന്തുകൊണ്ട് സുഖമില്ല, അതിലേക്ക് ആഴത്തിൽ പോയി നോക്കുന്ന ഒരു സയൻസാണ്. വെസ്റ്റേൺ മെഡിസിൻ്റെ ഒരു ബ്രാഞ്ച് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ബുക്കിൽ പറയുന്നത്. അപ്പോൾ ഈ ബുക്ക് എഴുതാനും ഞാൻ അങ്ങനെ ഒരു പുസ്തകം എഴുതണം, എൻ്റെ രണ്ടാമത്തെ പുസ്തകം എഴുതാമെന്ന് വിചാരിച്ച് ഇരുന്ന ഒരാളല്ല. ഇത് യാദൃശ്ചികമായിട്ട് 2 കൊല്ലം കൊണ്ട് ഞാൻ നേരിട്ട, എൻ്റെ അമ്മ നേരിട്ട പ്രശ്നത്തിന് ഞാൻ കുറേ കാലമായിട്ട് അന്വേഷിക്കുന്നു എന്തായിരുന്നു അമ്മയ്ക്ക് പറ്റിയത്. പലപ്പോഴും നമുക്ക് തോന്നുന്നു അമ്മയ്ക്ക് കുറച്ച് എന്തോ ഇല്ലേ എന്ന് അന്ന് വിചാരിച്ചിരുന്നു. എനിക്ക് കുറച്ച് എന്തോ വന്നു 43 ഭാഗ്യത്തിനൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരുന്നു എന്നെ വഴി കാട്ടിട്ട്. കുറച്ചിങ്ങനെ ആവുന്നുണ്ട്, കുറച്ചിങ്ങോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പോഡ്കാസ്റ്റ്, ഒരുപാട് ഡോക്ടേഴ്സിന്റെ ബുക്സ് കുറേ റെഫർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാനൊരു പഠിപ്പിസ്റ്റ് ആയതുകൊണ്ടും ഞാൻ 5 വർഷം സൈക്കോളജി പഠിച്ചിട്ടുള്ളതുകൊണ്ടും അതിന്റെ കൂടെ ഫിസിയോതെറപ്പി, അതായത് ഹ്യൂമൻ ഫിസിയോളജി പഠിക്കാനുണ്ട്. അതുകൊണ്ട് എനിക്ക് ഹ്യൂമൻ ഫിസിയോളജി, ബ്രെയിനിന്റെ കെമിസ്ട്രി, ന്യൂറോ കെമിസ്ട്രി, ബയോ കെമിസ്ട്രി ഒക്കെ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും. ഞാൻ വിചാരിച്ചു ഈ പുസ്തകമൊക്കെ ഇപ്പൊ ഞാൻ വായിച്ചതുകൊണ്ട് എനിക്ക് മനസ്സിലായി, ഇതൊക്കെ ഒരു സാധാരണക്കാര് വേറെ ഏതെങ്കിലും മേഖലയിൽ ജോലി ചെയ്യുന്നവര് ഒക്കെ ഇത് വായിച്ചാൽ അവർക്ക് എങ്ങനെ മനസ്സിലാവും. അവിടെ നിന്നാണ് അന്ന് ആ സാമാന്യ ഭാഷയിൽ നമുക്ക് ഒരു പുസ്തകം ഇതിനെക്കുറിച്ച് എഴുതണം. അപ്പൊ ഇതും അത്യാവശ്യം ഓട്ടോബയോഗ്രഫിക്കൽ നേച്ചറാണ്. ബിക്കോസ് എപ്പോഴും ഞാൻ നേരിട്ട ഒരു പ്രശ്നം, അതിന് ഞാൻ കണ്ടെത്തിയ വഴികൾ, ഇതൊക്കെയുള്ളൂ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതൊരു മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കോ പെരിമെനോപോസിന്റെ കംപ്ലീറ്റ് സൊല്യൂഷൻസോ ഒന്നുമല്ല. ഇറ്റ് ഇസ് ജസ്റ്റ് ടു സ്റ്റാർട്ട് ദിസ് കോൺവെർസേഷൻ. ഓരോരുത്തരും നേരിടുന്നത് അവരുടെ വ്യക്തിപരമായ കുറെ സിംറ്റംസ് ആയിരിക്കും. എല്ലാവരുടെ സിംറ്റംസിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ബുക്കിന്റെ റീസൺ. ബിക്കോസ് ഐ ഫൗണ്ട് സം തിങ്സ് ദാറ്റ് ഹെൽപ്ഡ് മീ. ഇപ്പം ഞാൻ ആക്ച്വലി എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ല ഘട്ടത്തിലാണ് കടന്നു പോകുന്നത്. മോസ്റ്റ്ലി താങ്ക്സ് ടു മൈ ഹസ്ബൻഡ് ആൻഡ് എ ലോട്ട് ഓഫ് താങ്ക്സ് ടു മൈ പേരൻസ് ആൻഡ് ഓൾ ദ സപ്പോർട്ട് ഫ്രം എവ്രി വൺ. അപ്പോൾ അതുകൊണ്ട് അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് വിമൻസ് ഡേയിൽ ഇത് ഇസ് മൈ ഡെഡിക്കേഷൻ ടു വിമൻ അക്രോസ് ദ വേൾഡ്, ദ ബുക്ക് മെനോപോസ്. First and foremost, addressing the issue that there is such an issue that women over 35 are facing worldwide, but nobody talks about it because everybody thinks it is their own personal issue. They think it's a problem that is happening within their body and their mind. Something is going wrong, and they think it's something wrong because there is no awareness about it generally in society. It's not a normalized topic. So the moment you know that this is not a problem, it's a phase of life. Suppose nobody told children that you will go through teenage. They get shocked, right, when their voice starts to change, when their body starts to change. Children will feel traumatized. Instead, we tell them, we celebrate it, right? The coming of age is celebrated in all societies, so that children don't get traumatized that, oh my God, what is happening to me? What is happening to my body? What's happening to my mind? What is happening to my personality? What's happening to my voice? Children could get traumatized, but they don't, because we normalize that in society. The same way, women should not have to go through any traumatization of a normal phase of life. Once they know that this is normal, you can decide your career trajectory, your relationship trajectory, your life's path. You can make a better plan for your life if you know what is coming up ahead. And that is the most important factor that the book covers, is creation of awareness and normalizing the topic. ഞാനൊരു മലയാളം ഫിലിം ആക്ട്രസ് എന്ന നിലയ്ക്ക്, ബീങ് എ മലയാളം ആക്ട്രസ്, ഐ തിങ്ക് ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി ടു ബി എ വോയിസ് ഫോർ വിമൻ. ദാറ്റ് ദിസ് ഇസ് എ നോർമൽ സ്റ്റേജ് ഇൻ വിമൻസ് ലൈഫ്സ് ആൻഡ് ദർ ആർ മെനി traumatic situations that it can go into if we do not pay attention to it. So once we know the information, now we can take informed choices in our life. And I definitely think those of like me in our midlife, 40, I'm turning 45 this month. So when we say this, people who are now in their late 20s and 30s become aware, and they will not have to go through the same problem at all. It will become a normalized topic in society within 5 to 10 years for sure. So I think we are the torch bearers. A midlife guide for women and their men, another tagline. Because മിഡ്ലൈഫിലൂടെ ഒരു സ്ത്രീ കടന്നു പോകുമ്പോൾ അവരുടെ ശാരീരികമായ മാനസികമായ ചേഞ്ചസ് അവരുടെ ചുറ്റിനുമുള്ള വ്യക്തികളെ ഒരുപാട് സ്വാധീനിക്കും. ബിക്കോസ് ഒരു കുടുംബത്തിലെ മധ്യവയസ്കയായ സ്ത്രീ യൂഷ്വലി ആ കുടുംബത്തിന്റെ നെടുന്തൂണാണ്.
അവരെ ചുറ്റിപ്പറ്റിയാണ് അവരുടെ ഹസ്ബൻഡിന്റെ ലൈഫ്, അവരുടെ കുട്ടികളുടെ ലൈഫ്, അവരുടെ പേരൻസിന്റെ ലൈഫ് അടക്കം ചിലപ്പോ അവരായിരിക്കും അതിന്റെ ഒരു നെടുന്തൂണായിട്ട് നിൽക്കുന്നത്. അപ്പൊ അവരുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്തിൽ ഒരു ചേഞ്ച്, പേഴ്സണാലിറ്റിയിൽ ഒരു ചേഞ്ച് നടക്കുമ്പോൾ അത് ബാക്കിയുള്ളവർ അത് ഉൾക്കൊണ്ടില്ലെങ്കിൽ, അത് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ, അവർക്ക് ഏത് രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയില്ല. ഇപ്പൊ ഹസ്ബൻഡിന് അറിയില്ലെങ്കിൽ, ഹസ്ബൻഡിന് ആകെ കാണാൻ പറ്റുന്നത് ആ ആളുടെ ഭാര്യയിലുള്ള മാറ്റങ്ങൾ മാത്രമാണ്. അതെന്തുകൊണ്ടാണ് ആ മാറ്റം എന്ന് ചോദിച്ചാൽ ഭാര്യയ്ക്കും അറിയില്ല. ബിക്കോസ് ഇതൊരു നോർമൽ ഫേസ് ആണെന്ന് നമ്മൾ ആരും പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ എന്തോ ചേഞ്ചസ് ഉണ്ട് അവിടെ വെച്ച്. നമ്മൾ തമ്മിൽ എല്ലാവരും തമ്മിൽ ഒരു അകൽച്ച വന്ന് തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻ വരും നാച്ചുറലി, നമ്മളിത് അറിഞ്ഞില്ലെങ്കിൽ. ഇപ്പൊ ടീനേജേഴ്സിനെ നോക്കിയാൽ അവരവരുടെ റൂമിൽ പോയി അടച്ചുകൂട്ടിയിരിക്കുന്നവരാണ്. ആരോടും അധികം സമയം ചെലവഴിക്കാൻ അവർക്ക് ഇഷ്ടമല്ല. അതേപോലെ ഒരു മധ്യവയസ്കയായ വീട്ടമ്മ അത് ചെയ്തു തുടങ്ങിയാൽ എന്ത് ചെയ്യും? എനിക്ക് ആരെയും കാണണ്ട, ഞാൻ റൂമിൽ അടച്ചുകൂട്ടി ഇരിക്കാൻ പോവാണെന്ന് പറഞ്ഞാൽ പാചകം അത് നിങ്ങൾ ആരെങ്കിലും ചെയ്തു, ബാക്കി സ്കൂളിൽ നിങ്ങൾ സ്കൂളിൽ പോയിക്കോ, വീട്ടിലെ കാര്യങ്ങൾ അത് നിങ്ങൾ ആരെങ്കിലും നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ അടച്ചുകൂട്ടിയിരുന്ന എങ്ങനെ ഉണ്ടാവും? പക്ഷെ അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആ മധ്യവയസ്കയായ സ്ത്രീ അവരുടെ എല്ലാ റെസ്പോൺസിബിലിറ്റീസ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ അവരുടെ ബോഡിയിലും മൈൻഡിലും പേഴ്സണാലിറ്റിയിലും വരുന്ന ചേഞ്ചസ് ഒറ്റയ്ക്ക് നിന്ന് പോരാടുകയാണ്. അതിന്റെ ആവശ്യമില്ല. പക്ഷെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഈ അവയർനെസ് ഉണ്ടെങ്കിൽ ആവശ്യമില്ല. ആ സ്ത്രീക്ക് ഇത് അറിയാമെങ്കിൽ അവര് തന്നെ ആദ്യമേ ടെൻഷൻ അടിക്കില്ല. ഓ, എനിക്ക് നാച്ചുറലി മിഡ് ലൈഫിൽ വരുന്ന ചേഞ്ച് ആണ്. അപ്പൊ ഞാനിപ്പോ ഇത് എന്തുകൊണ്ടാണ് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ മിഡ് ലൈഫിലാണ്. ഞാൻ എനിക്ക് 43ാമത്തെ വയസ്സിലാണ് ഈ ചേഞ്ചസ് ഞാൻ അറിഞ്ഞു തുടങ്ങിയത്. ആ എക്സാക്ട് സെയിം ഏജിലും ആ ഇയറിലാണ് ഞാൻ കല്യാണം കഴിച്ചത്. എന്റെ ഭാഗ്യത്തിന് വളരെയധികം മെച്യൂർ ആയിട്ടും വളരെ കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫൈറ്റർ പൈലറ്റ് ആകുമ്പോൾ കാം ആൻഡ് പീസ്ഫുൾ ആയിരിക്കാൻ ഓൾറെഡി ശീലമുണ്ട്, ട്രെയിനിങ് ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ സ്പിരിച്വലി വളരെ മെച്യൂർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയതുകൊണ്ട് എന്നെ ഈ ജേർണിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റി. ഞാൻ ടെൻഷൻ അടിക്കുമ്പോൾ എന്നേക്കാൾ കൂടുതൽ ടെൻഷൻ അടിക്കുന്ന ഒരാളുണ്ടായിരുന്നെങ്കിൽ, അയ്യോ ഞാനിത് എന്തിനാണ് ഇവരെ കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആകെ മാറി എന്നെ കഥ. വെറസ് ഹി ഹെൽപ് മീ ത്രൂ ദിസ് ഫേസ്. സോ നൗ ഞാൻ ഈ വർഷം മാർച്ചിൽ 45 വയസ്സാവുകയാണ്. ഐ എം എക്സാക്ട്ലി ഹിയർ, മിഡ് ലൈഫ്. ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് ഹാവിങ് എ മിഡ് ലൈഫ് ക്രൈസിസ്, ഐ എം ഹാവിങ് മിഡ് ലൈഫ് റിയലൈസേഷൻ വിച്ച് ഐ വോണ്ട് ടു ഷെയർ വിത്ത് അതർ വിമൻ. അതുകൊണ്ടാണ് വിമൻസ് ഡേയിൽ ഈ പ്രോഗ്രാം നടത്താൻ കാരണം. ഇത് വിമനോപോസ് എന്ന് പറയുന്ന ബുക്ക് ഇസ് മൈ ഡെഡിക്കേഷൻ ടു വിമൻ ആൻഡ് ദിയർ മെൻ. ബിക്കോസ് സ്ത്രീകൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളിലും അവരുടെ ലൈഫിലുള്ള പുരുഷന്മാരും അത് നേരിടേണ്ടി വരും. സോ ദിസ് ബുക്ക് ഇസ് ഫോർ ബോത്ത്.